ഹലോ, അപ്പം നമ്മൾ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ലീവായിരുന്നു. മിന്നാന്ന് ഓടിയിട്ടുണ്ടായിരുന്നു. 1900 രൂപക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. ഊബറും യാത്രയും റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ യാത്ര നമുക്കൊരു 600 സംതിങ് ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. റാപ്പിഡോ എനിക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റിയില്ല. ഒരു എയർപോർട്ട് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു 900 രൂപയുടെ. പിന്നെ ഇപ്പം നമ്മൾ ഊബർ കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഊബർ ഓണാക്കിയിട്ടുണ്ട്, റാപ്പിഡോ യാത്രയൊക്കെ ഓണാക്കിയിട്ടുണ്ട്. യാത്ര നമ്മൾ ആ കേരള സവാരി ഇൻസ്റ്റാൾ ചെയ്താൽ തോന്നുന്നുണ്ട് അതിൽ ട്രിപ്പ് അടിയണില്ല. പഴയ യാത്ര തന്നെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്ക് ട്രിപ്പ് അടിഞ്ഞ് അന്ന് നമ്മൾ 4 ട്രിപ്പായിട്ട് ക്ലോസ് ചെയ്ത്. നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഇന്ന് നല്ല പൊടി പൊട്ടണം, മഴ പെയ്യും, പെട്ടെന്ന് തന്നെ വെള്ളം കയറും. ഓട്ടൊക്കെ എങ്ങനെ ഉണ്ട്, എന്താ അവസ്ഥ എന്നറിയില്ല. ഏതായാലും നമുക്കൊന്ന് ഓടി നോക്കാം. അങ്ങനെ കുറേ നേരത്തിന് ശേഷം 5:37 ഇപ്പം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇവിടെ കലക്ട്രേറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. പിക്കപ്പ് 288 എത്ര രൂപയുണ്ട്. 30 ട്രിപ്പ്. അപ്പോൾ ഇവിടെ യൂട്ടേൺ അടിക്കണം, നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. ആളേതായാലും പിക്ക് ചെയ്ത് നോക്കട്ടെ. 30 ഇവിടെ 250 മീറ്റർ ഉള്ളൂ. ഭാഗ്യത്തിന് പെട്ടെന്ന് അടിഞ്ഞ് കിട്ടി, യൂട്ടേൺ അടിച്ച് കിട്ടി. ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിലുള്ളത് കളക്ടറേറ്റാണ്. കളക്ടറേറ്റിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് 30 കൊണ്ടുപോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെ കുറേ നേരത്തിന് ശേഷം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. മഴ പെയ്യുന്നുണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മളെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. 274 രൂപ ഫസ്റ്റ് ട്രിപ്പ്. 5:35 നമ്മൾ എടുത്തത്. 45 മിനിറ്റ് നമുക്ക് റണ്ണിങ് ടൈം കിട്ടി. ഓക്കെ, 12.44 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഡ്രോപ്പ്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് കളക്ടറേറ്റിൽ നിന്ന് കിട്ടി. അവിടെ വർക്ക് ചെയ്യുന്ന ആളാണോ എനിക്കറിയില്ല. ഇവിടം വരെ ഒന്നും സംസാരിക്കാണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. നല്ല മഴ ഉണ്ട്, നല്ല ഇരുട്ടും ബ്ലോക്കും അതിനനുസരിച്ചുണ്ട്. എന്തോ ടെക്സ്റ്റ് മെസ്സേജ് എന്തോ വന്നിട്ടുണ്ട്. മറ്റേ അടുത്ത 3 മണിക്കൂറിൽ നല്ല കടുത്ത മഴ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ അവസ്ഥ അറിയില്ല. നമ്മളിന്ന് എന്തായാലും ഒരു 12 മണി വരെ ഓടാനുള്ള പ്ലാൻ ഉണ്ട്. കുറേ ദിവസമായി. ഇനി മുതൽ കുറച്ച് ഓടണം എന്നുണ്ട്, പ്ലാൻ ഉണ്ട്. എന്താ നടക്കുമെന്ന് അറിയില്ല. നടക്കും. 12 മണി വരെ എന്തായാലും ഓടണം. ചിലപ്പോൾ നേരം വെളുക്കോളം വേണ്ട, ട്രിപ്പ് ഉണ്ടാവില്ല. നമുക്ക് രാത്രി വല്ലാണ്ട് ഓടാണ്ട് അതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും ഒരു 12 മണി വരെ നമ്മൾ എന്തായാലും ഓടും. എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു ലോങ് ട്രിപ്പാണ് കണ്ടത്. മറ്റേ കിലോമീറ്റർ കുറവാണ്. ഇപ്പോഴത്തെ ബ്ലോക്ക് അനുസരിച്ച് ഉള്ള ലോങ് ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. 45-50 മിനിറ്റ് കാണിക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ബ്ലോക്കുള്ള ട്രിപ്പും എല്ലാ ട്രിപ്പും ഇനി എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ കുറേ ദിവസമായിട്ട് മടി കൂടിയിട്ടുണ്ട്. അപ്പോൾ അടവിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അർച്ചനയുടെ ടിക്കറ്റ് അർച്ചനയാണ് ലോങ് ട്രിപ്പ്. അപ്പോൾ ലോങ് ട്രിപ്പിന് ശേഷം വീഡിയോയിൽ വരാം. ഓക്കെ, ആള് ഇവിടെ ഏതൊരു ഓഫീസിനകത്താണ്. അപ്പോൾ ആളെ വിളിച്ചിട്ടുണ്ട്, അർച്ചനെ. ആളിപ്പോൾ വരും, വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അർച്ചനയെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. നമുക്കിവിടെ ടോട്ടൽ 652 രൂപയായി 2 ട്രിപ്പ് എടുത്ത്. ലാസ്റ്റ് ട്രിപ്പ് 398 രൂപ ഈ അർച്ചനയെ ഡ്രോപ്പ് ചെയ്തത്. 23 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൽ 40 മിനിറ്റ് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ബ്ലോക്ക് ഇല്ലാണ്ട് പോകുന്നത് കണ്ടോ. 60 രൂപ ടോൾ. നമ്മൾ കണ്ടെയ്നർ റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, ജംഗ്ഷൻ ടച്ച് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നല്ല സ്പീഡിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എത്തി. ഈ ട്രിപ്പ് എന്തായാലും ലാഭമാണ്. നമുക്ക് 398 രൂപ കിട്ടി. 40 മിനിറ്റ് കൊണ്ട് എത്തി. മറ്റു ട്രിപ്പ് നമ്മൾ 274 രൂപയുടെ ഓടിയത് 45 മിനിറ്റ് ഉണ്ട്. ഇത് 40 മിനിറ്റ് ഉള്ളൂ. ഇത് 12 കിലോമീറ്റർ ഉണ്ട്. ഇതതിൻ്റെ ഡബിൾ ഉണ്ട്, 23 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നല്ല റോഡ് കിട്ടിയതുകൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് ഇവിടെ എത്തി. അപ്പോൾ ടോളിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡിങ് ആണ്. ടോളിൻ്റെ ക്യാഷ് നമുക്ക് ഊബറിന്ന് കിട്ടും. അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതുണ്ടോ, 640 രൂപയാണ് ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തത്. അതിന് 392 എൻ്റെ ഫെയർ. അത് കഴിഞ്ഞിട്ട് ബാലൻസ് 181 ആയിരിക്കില്ല, ഇതിലേറെ ഉണ്ടാവും. ഇതിലൊരു 60 രൂപയുടെ കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ 60 രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഊബറിന് കൊടുക്കുന്നത് പേയ്മെൻറ്റ്, 181. അങ്ങനെയാണ് ഊബറിൻ്റെ ടോള് നമുക്ക് തരുന്നത്. എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമുക്ക് റീഫണ്ട് ഇവിടെ കാണാത്തതുകൊണ്ട്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ കാണിക്കൂല. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ടോട്ടൽ നമ്മൾ വാങ്ങിയ ക്യാഷിൽ നിന്ന്
നമ്മൾ ഏണിങ്സ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര കാണിക്കുന്നത് നോക്കുക. അതിൽ നിന്നൊരു 60 രൂപ കുറച്ചിട്ടാണോ കാണിക്കുന്നത് നോക്കില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറെ വിളിച്ചിട്ട് അവരിതെന്തായാലും അങ്ങനെ പാളാറില്ല, കറക്റ്റായിരിക്കും, സിസ്റ്റം വഴി ചെയ്യുന്നതല്ലേ, ഓട്ടോമാറ്റിക്കലി ആവുന്നതല്ലേ. അതുകൊണ്ട് ഏതായാലും ഈ ട്രിപ്പ് നമുക്ക് കുഴപ്പമില്ലാതെ ലാഭമായിട്ടുണ്ട്. പിന്നെ ഇനി എന്താ പ്രശ്നം ചോദിച്ചാൽ ഈ വൈപ്പിൻ ഭാഗത്ത് നിന്ന് ടൗൺ ഭാഗത്തേക്ക് ഈ സമയങ്ങളിൽ ട്രിപ്പ് അടിക്കാറില്ല, പൊതുവെ കുറവാണ്. ഇതൊരു ഉൾഗ്രാമം ആയതുകൊണ്ട്, ടൗൺ അല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ സിറ്റിയിലോട്ടാരും വല്ലാണ്ട് പോവില്ല. അങ്ങനെ ആർക്കെങ്കിലും വല്ല റെയിൽവേ സ്റ്റേഷൻ എന്തെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിലാവും. കാരണം ഇവിടുന്ന് അത്യാവശ്യം ഒരു മറൈൻ ഡ്രൈവ് ആ ഭാഗത്തേക്ക് പോകണമെങ്കിലും ഒരു ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ ട്രിപ്പ് കിട്ടിയാൽ നമുക്ക് മുതലാവുള്ളില്ല, എന്നുണ്ടെങ്കിൽ കാലടിച്ച് പോകേണ്ടി വരും. എന്തായാലും നമുക്കൊരു 3 മണിക്കൂറോടെ നിന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിക്കാം. ഇവിടെ കുറേ നേരം നിന്ന് 8:17 ആയിപ്പോൾ സമയം, ട്രിപ്പ് അടിയണില്ല. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് പോട്ടെ. നമുക്ക് മറ്റേ വൈപ്പിൻ ജംഗ്ഷനിൽ അവിടെ പോയിട്ട് ആ പാലം കയറുന്നതിന് മുമ്പേ അവിടെ ഒന്ന് പോയിട്ട് അവിടെ ഒരു അരമണിക്കൂർ നിന്ന് നോക്കാം. ഇവിടുന്ന് എന്തായാലും ട്രിപ്പ് അടിയണില്ല. അപ്പോൾ ഏതായാലും പിന്നെ അവിടേക്കൊരു 4-5 കിലോമീറ്റർ ഉണ്ട് ആ ജങ്കാറ് കയറുന്ന അവിടേക്ക്, വൈപ്പിൻ്റെ ആ റൗണ്ട് അബൌട്ടിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ട്, റൂംസൊക്കെ ഉള്ള. ഇവിടുന്ന് ആയാലും ട്രിപ്പ് ഒന്ന് തടയാക്കാം. ഇവിടുന്ന് ഞാൻ എന്തായാലും വലിയ പ്രതീക്ഷ അല്ല, റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുള്ളൂ. കാരണം ഇതൊരു ഉൾഗ്രാമമായതുകൊണ്ട്, സിറ്റി അല്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ പെട്ടെന്ന് ആൾക്കാർ ഡൗൺ ആവും. അപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് ഒരു അരമണിക്കൂറും കൂടി ഇരുന്നിട്ട് നമുക്ക് നേരെ മറൈൻ ഡ്രൈവ് ഹൈക്കോർട്ടിൻ്റെ അവിടെ പിടിക്കാം. ഇവിടെ ഏതായാലും ഒരു അരമണിക്കൂർ പോയി നിന്ന് നോക്കട്ടെ, എന്താ അവസ്ഥ നോക്കട്ടെ. എന്തായാലും നമ്മൾ നേരെ റൗണ്ട് അബൌട്ട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പോയാലാണ് ജങ്കാറിലേക്ക് കയറുക. ഇതാണ് ഞാൻ പറഞ്ഞ റൗണ്ട്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട്. അയ്യോ, ഇവിടെയൊക്കെ ഷീറ്റ് വെച്ച് മറിച്ചൊക്കെ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാം. ഇവിടെ സൈഡാക്കാം, ഈ ഓട്ടോയുടെ ബാക്കിൽ സൈഡാക്കാം. എന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഒന്ന് നിർത്തിയിട്ട് നോക്കാം, ഒരു 10-20 മിനിറ്റോളം ഇവിടെ നിർത്തിയിട്ട് നോക്കാം. എന്താ അവസ്ഥ, ചാൻസ് കുറവാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നിന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇവിടെ വല്ലാർപ്പാടത്ത് നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. ഒരു പാലം കയറിയിട്ട് 3 പാലം കയറണം നമുക്ക് മറൈൻ ഡ്രൈവ് ആ ഭാഗത്തേക്ക് എത്താൻ. ഇവിടുന്ന് വൈപ്പിന്ന് എത്താൻ 3 ഐലൻഡുകളാണ്. അപ്പോൾ വല്ലാർപ്പാടത്ത് നിന്ന് ഒരു പാലം കയറിയിട്ട് ഉള്ള സ്ഥലമാണ് വല്ലാർപ്പാടം. അപ്പോൾ അവിടെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റാപ്പിഡോ. ആദ്യം റാപ്പിഡോയിൽ ട്രിപ്പ് വന്നു, അത് ഇയാൾ തന്നെ തോന്നുന്നുണ്ട്. അത് ഓർഡർ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല, ട്രിപ്പ് മിസ്ഡ് എന്ന് കാണിച്ച്. എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ആൾ ക്യാൻസൽ ചെയ്തതാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ നിന്ന് തന്നെ ആയിരിക്കും വീണ്ടും ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും. അവിടെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവും ചിലപ്പോൾ. റാപ്പിഡോയിൽ നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ ട്രിപ്പ് അടിച്ച് കിട്ടുന്ന ട്രിപ്പുകളൊക്കെ നമുക്ക് മിസ്സാവാറുണ്ട് സാധാരണ. ഇപ്പം നമുക്ക് ഏതായാലും ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ സംഭവം, നമ്മൾ പാലം കയറിയത് മാറിപ്പോയി, പാലത്തിൻ്റെ അടിയിൽ കൂടി പോകണമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അവിടെ വേറൊരു വഴി കൂടി ഉണ്ട്. ഏതായാലും ആളെ പിക്ക് ചെയ്തോട്ടെ. എന്താ ഇതിൻ്റെ ഫെയറും കാര്യങ്ങളും, ഇത് ലാഭമാണോ അല്ല എന്നൊക്കെ നോക്കട്ടെ. സാധാരണ ലാഭമാണ്. എൻ്റെ ഫ്രണ്ടിന് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് റാപ്പിഡോയിൽ. ഏതായാലും ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഞാൻ ആ ട്രിപ്പ് എടുത്തില്ല, ഞാൻ പള്ളിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു അവർ മെയിൻ റോഡിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോന്ന്. അപ്പോൾ നോക്കുമ്പോൾ 5 പേരുണ്ട്, 5 ആൾക്കാരുണ്ട്. വണ്ടി നല്ല ഫിറ്റായിട്ട് അത്യാവശ്യം വലിയ ആൾക്കാർ. ഒന്ന് ചെറിയ ആളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 5 വലിയ ആൾക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര ആൾക്കാരെ ചോദിച്ചപ്പോൾ 5 പേരുണ്ടായിരുന്നു. 5 പേര് പോകില്ല ഏട്ടാന്ന് പറഞ്ഞിട്ട് ആ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ഞാൻ കുറച്ചതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ വണ്ടി സൈഡാക്കി. പിന്നെ അപ്പോൾ എനിക്ക് വീണ്ടും ആ ട്രിപ്പാണോന്ന് അറിയില്ല, ഞാൻ നേരത്തെ ഫെയർ നോക്കിയില്ല. ഇപ്പോൾ 198 ഏതൊരു ട്രിപ്പ് വന്നു റാപ്പിഡോ തന്നെ, അവരെന്നെ ആയിരിക്കും അത്. അപ്പോൾ ഞാൻ എടുത്തില്ല. ഇനി അവരെന്നെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ക്യാൻസൽ ചെയ്യണ്ടല്ലോ എഴുതിയിട്ട് എടുത്തിട്ടില്ല. ഊബറും യാത്രയൊക്കെ വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട്, അത് ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ റാപ്പിഡോൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ മൂഞ്ചിക്കല്ല ഞാൻ വേണ്ടാന്ന് വെച്ചത്. 5 പേരുണ്ട്, വെറുതെ വേണ്ട. അപ്പോൾ ഏതായാലും ഇപ്പോൾ ആ ട്രിപ്പ് ഞാൻ എടുക്കാൻ വന്നപ്പോൾ ആ ട്രിപ്പ് വേറെ ആരോ എടുത്ത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏതാ വണ്ടി വരുന്നത് നോക്കി നോക്കാം. ഇനി എന്താ അവസ്ഥ, അവർ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് നോക്കി നോക്കട്ടെ. നമ്മളെന്തായാലും അവിടുന്ന് പോന്ന്. അവര് ഒരു സെലേറിയോ വന്നിട്ട് അവിടുന്ന് പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണുണ്ടോ.
അപ്പോൾ സെലേറിയോയിലെ ആൾക്കാർ കയറിപ്പോയി. സെലേറിയോയിൽ നമ്മളെ വണ്ടിന്റെ അത്രയും ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയായാലും കുത്തിക്കൊള്ളിച്ച് ഇരുന്നാവും. ഒരാളെങ്കിലും ഒരു ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയത്. ബാക്കിൽ അപ്പോൾ 4 പേര് ഇരിക്കേണ്ടി വരും. 3 പേർക്ക് ശരിക്കും ഇരിക്കാൻ പറ്റുള്ളൂ. 3 പേര് ഇരുന്നാൽ തന്നെ തട്ടിമുട്ടിയാണ്ട് ഇരിക്കേണ്ടി വരും. 4ാമത്തെ ഒരാള് പിന്നെ കയറിയാല് വണ്ടി ചിലപ്പോൾ ചമ്പും. അത്യാവശ്യം നല്ല തടിയും വലിപ്പമുള്ള ആൾക്കാരാണത്. പിന്നെ ഫ്രണ്ടിൽ ഒരാളുണ്ടാവും. ഏതായാലും കുഴപ്പമില്ല. ഇപ്പൊ ട്രിപ്പില്ലാത്ത സാഹചര്യമാണ്. കൊണ്ടുപോകൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അത്ര തടിയും വലിപ്പം ഉണ്ട്, അതുകൊണ്ട് ഒഴിവാക്കി വിട്ട്. അപ്പൊ സെലേറിയോയില് ഇപ്പൊ ആള് പോയിട്ടുണ്ട്. ചിലപ്പോ വല്ല റെന്റ് വണ്ടിയൊക്കെ ആയിക്കരോ. പിന്നെ എല്ലാ ട്രിപ്പും കിട്ടുന്ന ട്രിപ്പൊക്കെ എടുത്ത് ഓടുന്നുണ്ടാവും. എന്തായാലും പോട്ടെ. നമ്മള് 2 പാലം കൂടി കയറി ഇറങ്ങി കഴിഞ്ഞാല് മറൈൻ ഡ്രൈവ് എത്തും. അവിടെ നമുക്ക് ഇനി ഗ്രാൻഡ് ഹയത്തിന്റെ അവിടെ നിന്ന് വല്ല പിക്കപ്പും കിട്ടിയാല് അതായി. പിന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഹൈക്കോർട്ടിന്റെ അവിടെ പോയി നോക്കാം. എന്തായാലും കുറച്ച് നേരം കൂടി ഓടാം. ഇപ്പൊ സമയം 8:45. ഒരു 12 മണി വരെയൊക്കെ ഒന്ന് ഓടി നോക്കാം. ഉറക്കം വരുന്നത് വരെ ഓടാം. നമുക്ക് വീണ്ടും ഒരു പണിയുമായിട്ട് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് ഗ്രാൻഡ് ഹയത്തിന്റെ അവിടെ റൗണ്ടിൽ എത്തിയപ്പോൾ ഈ പാലം ഇറങ്ങുന്ന സമയത്ത് ക്രിസ്ത്യാനുണ്ട്. സംഭവം എടുക്കുക, ഡ്രോപ്പ് എടുക്കുക നമ്മളെ ചെറായി ബീച്ചിക്കാണ്. ചെറായി ബീച്ച് പോയാൽ ഷുവറാണ് നമ്മൾ ഇങ്ങോട്ട് കാലടിച്ച് പോകേണ്ടി വരും. അതിലേറെ ഈ ട്രിപ്പ് എടുക്കാക്കണതാണ്. കാരണം അത്ര അത്യാവശ്യം കിലോമീറ്റർ ഉണ്ടാവും അത്. ഏതായാലും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ആ ട്രിപ്പ് വേണ്ട, അത് ഏറ്റവും വലിയ നഷ്ടമായി മാറും അത്. ഏതായാലും ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി തുടങ്ങാം. ഇന്ന് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ബിരിയാണി കഴിച്ച്. ബിരിയാണി കഴിച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ കാണുന്നത് മറൈൻ ഡ്രൈവാണ്. അവിടെ ഏകദേശം അവിടെ ഒന്ന് പോയി നിന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ട്രിപ്പ് അടിയുള്ളൂ. എന്താ അവസ്ഥ അറിയില്ല. അവസ്ഥക്ക് അനുസരിച്ച് ചിലപ്പോൾ റൂമിലേക്ക് പോകും. എന്നിട്ട് നാളെ രാവിലെ ഇറങ്ങുന്ന രീതിയാക്കണം. എന്താ നോക്കി നോക്കട്ടെ. കുറച്ചു നേരം ഇവിടെ നിന്ന് നോക്കട്ടെ. നമ്മള് അങ്ങനെ പരിപാടി നിർത്തി. ഞാൻ ഏതായാലും റൂമിൽ പോയിട്ട് രാവിലെ 4 മണിക്ക് ഇറങ്ങാനൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവന് ഊബർ റോഡ് തന്നെയാണ്. അപ്പോൾ അവൻ്റെ റൂമിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ 4 മണിക്ക് ഇറങ്ങാനൊരു പ്ലാനിങ്ങിലാണ് പോണത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ വള്ളത്തോടുള്ള കാക്കനാടുള്ള റൂമിലേക്കാണ് ഡെസ്റ്റിനേഷൻ ഇട്ടീന്. അപ്പോൾ പോരുന്ന വഴിക്ക് പാലാരട്ടം മെട്രോൻ്റെ അടിയിൽ നിന്നൊരു മോണിക്കാൻ്റെ ട്രിപ്പ് അടിച്ചു പാലച്ചോടിക്ക്. അപ്പോൾ ഞാൻ എടുത്ത്. പിന്നെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഇതിവിടെ അവൻ്റെ റൂം 36 അപ്പോൾ ഇനി ലേറ്റ് ആവുന്ന എഴുതിയിട്ട് 4 മണിക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ ലേറ്റ് ആവുന്ന എഴുതിയിട്ട് ആ ട്രിപ്പും ക്യാൻസൽ ചെയ്തു. 2 ട്രിപ്പ് ഇപ്പോൾ നിലവിൽ ഊബറിൽ നമ്മൾ ക്യാൻസൽ ചെയ്തു അടുപ്പിച്ച്. ഇനി ഒരു ട്രിപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം കസ്റ്റമർ ക്യാൻസൽ ചെയ്യുക, നമ്മൾ ക്യാൻസൽ ചെയ്യുക. എങ്ങനെയെങ്കിലും ഒരു ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് 15 മിനിറ്റിന് ഹോൾഡ് ആവും. 3 ട്രിപ്പ് തുടർച്ചയായിട്ട് ക്യാൻസൽ ആയാൽ മറ്റേ ട്രിപ്പ് നമ്മുടെ അക്കൗണ്ട് ഹോൾഡ് ആവും. അത് കസ്റ്റമർ തന്നെ 3 വട്ടം അടിച്ചിട്ട് ക്യാൻസൽ ചെയ്താൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാനായിട്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് അത് നമുക്ക് പണി വരും. ഇനി ബാക്കി 2 ട്രിപ്പും കസ്റ്റമർ ക്യാൻസൽ ചെയ്താലും മതി. എനിക്ക് അങ്ങനെ നാളെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നാളത്തെ രാവിലത്തെ ഫസ്റ്റത്തെ ട്രിപ്പ് എന്തായാലും ഏത് ചെറുതാണെങ്കിലും എടുത്ത് ഓടണം. അപ്പം ഇന്ന് ഏതായാലും ഇങ്ങനെ ഇപ്പോൾ എടപ്പള്ളി എത്തി. എടപ്പള്ളി ഫ്ലൈ ഓവറാണിത്. നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് ലുലു മാൾ. അപ്പോൾ ഏതായാലും ഇനി മുപ്പത്തടം പോയിട്ട് അവൻ്റെ കൂടെ സ്റ്റേ ചെയ്യാന്ന്. രാവിലെ 4 മണിക്ക് കാണാം നാളത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നിപ്പോൾ 2 ട്രിപ്പ് ഓടിയിട്ടുള്ളൂ. നമ്മൾ 600 സംതിങ് ഓടിയിട്ടുള്ളൂ. തൽക്കാലം നമ്മളൊരു CNG പൈസ ആക്കിയിട്ടുള്ളൂ. നാളെ മുതൽ ഉഷാറാക്കാം. രാവിലെ 4 മണിക്ക് ഇറങ്ങാം. രാത്രി ഓടിയാൽ വലിയ കാര്യം ഉണ്ടാവില്ല. അവൻ രാത്രി ഓടുന്ന ആളാണ്. അപ്പോൾ അവനിന്ന് നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് നാളെ രാവിലെ ഇറങ്ങാനുള്ള പരിപാടിയിൽ. അപ്പോൾ ഏതായാലും ഗുഡ് നൈറ്റ്. നാളെ കാണാം.